Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Oxygen OS 17. അപ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും OnePlus അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വേർഷൻ ഇറക്കും. അപ്പോൾ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന വേർഷനാണ് Oxygen OS 17. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ Oxygen OS 16ൽ ഒരുപാട് ചേഞ്ചസ് വന്നായിരുന്നു. AI-ന് ഒരുപാട് മുൻതൂക്കം കൊടുത്ത്, അതേപോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസ് വന്നായിരുന്നു. ഫ്ലെക്സ് തീംസ്, AI-ന് ഒരുപാട് മുൻതൂക്കം കൊടുത്ത ഒരു തീമായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം മെയ്യിൽ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. Oxygen OS 16.1 എന്ന് പറഞ്ഞൊരു വേർഷനായിരുന്നു. അതിലും ഒരുപാട് ചേഞ്ച് വന്നായിരുന്നു. ക്യാമറ UI ഏറെക്കുറെ മാറി. അപ്പോൾ ഇതൊക്കെ Oxygen OS 16ൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഏതൊരു OnePlus ഡിവൈസ് എടുത്താലും, ഇൻഫാക്ട് പുതിയ OnePlus ആണെങ്കിലും Oxygen OS 16ൽ നമുക്ക് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. വൺ ഓഫ് ദ റിയലി ഗുഡ് പോളിഷ്ഡ് UI നമുക്ക് OnePlusന്റെ Oxygen OS 16 ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ Oxygen OS 16ന്റെ കാലം കഴിയാറായി. ഇനി Oxygen OS 17 വരാറായി. ഇൻഫാക്ട് Oxygen OS 17 OnePlus 15ൽ അവരുടെ ഫസ്റ്റ് ബീറ്റ വേർഷൻ അറൗണ്ട് മാർച്ചിലാണ് അവർ അനൗൺസ് ചെയ്തത്, ഫസ്റ്റ് ബീറ്റ വേർഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ബീറ്റ വേർഷൻ അറൗണ്ട് മെയ്യിൽ അനൗൺസ് ചെയ്തു. ഇത് Oxygen OS 17 ബീറ്റ വേർഷനാണ്. ഇത് എന്താ പറയുക, ഓപ്പൺ ബീറ്റ അല്ല, ക്ലോസ് ബീറ്റയാണ്. എന്നാലും നമുക്ക് പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. OnePlus 15 ഉണ്ടെങ്കിൽ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അൺലസ് നിങ്ങൾ ടെസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അത് ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ബഗ്സും കുറേ ഫങ്ഷൻസ് വർക്ക് ആവത്തില്ല. അതുകൊണ്ട് അത് ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ഇപ്പോഴും അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ, പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അഗെയിൻ ആൻഡ്രോയിഡ് 17ന്റെ ഗൂഗിളും ആൻഡ്രോയിഡ് 17ന്റെ വേർഷൻസ് ഇറക്കി തുടങ്ങി. അപ്പോൾ അതും നിങ്ങൾക്ക് പോയി OnePlus ഡിവൈസസിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ OnePlus അവരുടെ Oxygen OS 17ന്റെ ഓപ്പൺ ബീറ്റ ഇറക്കും. അപ്പോൾ ആ വേർഷൻ നമുക്ക് പ്രോബ്ലി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അതിൽ റിലേറ്റീവ്ലി ബഗ് എല്ലാം കുറവായിരിക്കും. എന്നാലും ബീറ്റ വേർഷനാണ്. അതുകൊണ്ട് ഞാൻ അത് ഫുൾ എല്ലാവർക്കും എന്താ പറയുക എലിജിബിൾ ആയിക്കൊള്ളുന്നില്ല. കാരണം പ്രൈമറി ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതേപോലെ വാട്സാപ്പും ഗൂഗിൾ പേയും ബാങ്കിങ് ആപ്സ് ഒക്കെ ചിലപ്പോൾ വർക്ക് ചെയ്തോളുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റിംഗ് ആളാണെങ്കിൽ പ്രോബ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് തന്നെ പിന്നെ റിലീസ് കാൻഡിഡേറ്റ് വരും. അത് ഏറെക്കുറെ ഫൈനൽ ബിൽഡാണ്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ടൈം ലൈൻ വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോബ്ലി ഓപ്പൺ ബീറ്റ ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ ഓപ്പൺ ബീറ്റ വേർഷൻ വരും. എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്പൺ ബീറ്റ വരും. അത് കഴിഞ്ഞ് പ്രോബ്ലി ഒരു സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ഫൈനൽ Oxygen OS 17 വരാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് ഏതാണ്ട് ഒരു ടൈം ലൈൻ നമ്മുടെ Oxygen OS 17നെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ടൈം ലൈനിലായിരിക്കും വരിക. അത് കഴിഞ്ഞ് നമുക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ പ്രോബ്ലി OnePlus 15ലായിരിക്കും വരിക. അത് കഴിഞ്ഞ് നമുക്ക് ഗ്ലോബൽ റോൾ ഔട്ട് വരാൻ തുടങ്ങും. ഈ റോൾ ഔട്ടിൽ പ്രോബ്ലി വരുന്നത് ഒരു നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് ഒരുവിധപ്പെട്ട എല്ലാ ഡിവൈസിലും കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു അടുത്ത വർഷം, അതായത് 2027 ജനുവരി ഫെബ്രുവരി മാർച്ചോടുകൂടി എല്ലാ ഡിവൈസസും എലിജിബിൾ ഡിവൈസസിലും നമുക്ക് കിട്ടും. അപ്പം ഇനി Oxygen OS 17നെ കുറിച്ച് പറയുകയാണെങ്കിൽ 16ൽ ഒരുപാട് മാറ്റം ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി 17ലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം മേജർ ചേഞ്ച് ആവാൻ ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ കുറേ കൂടെ റിഫൈൻഡ് ആക്കണ ഒരു വേർഷൻ ആയിരിക്കും എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് പുതിയ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം 16ൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ഈവൻ ക്യാമറ UI മാറി. അപ്പോൾ 17ലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ റിഫൈൻഡ് യൂസേജസ് ആയിരിക്കും വരിക. അതുകൂടാണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് AI-ക്ക് മുൻതൂക്കം കൊടുക്കുന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ AI ആണല്ലോ ഇപ്പോൾ നമ്മളെ ഏറ്റവും ബസ്സിങ് കീവേഡ് എന്ന് പറയുന്നത്. എല്ലായിടത്തും നോക്കിയാൽ AI എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഒരുപാട് AI-ന്റെ റോള് വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതായിരിക്കും Oxygen OS 17ന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. ഇനി ഏതൊക്കെ ഡിവൈസിൽ Oxygen OS 17 കിട്ടും അത് നമുക്ക് നോക്കാം. അപ്പോൾ OnePlusന്റെ ഒഫീഷ്യൽ ലിസ്റ്റ് പ്രകാരം ഈ ഡിവൈസസിലാണ് Oxygen OS 17 കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒബ്വിയസ്ലി അവർ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ OnePlus 15 ആയിരിക്കും ഏറ്റവും ആദ്യം കിട്ടുക. അതുകൂടാണ്ട് തന്നെ OnePlus 15R കിട്ടും, അതിലൊരു സംശയമില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പായ OnePlus 13, വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു OnePlus 13, അതിനും കിട്ടും. OnePlus 13R ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ്, അതിനും കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ OnePlus 13S വളരെ കോമ്പാക്റ്റ് ആയ ഒരു മിഡ് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നു, അതിനും കിട്ടും. OnePlus 12, OnePlus 12R, അതേപോലെ OnePlus 11 5G, ഇത്രയും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിന് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ വരുന്നത് OnePlus Open, 2023 ഇറങ്ങിയ OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൾഡബിൾ ഡിവൈസ്. ഇൻഫാക്ട് OnePlusന്റെ ഏക ഫോൾഡബിൾ ഡിവൈസ് ആണ് OnePlus Open, അതിനും കിട്ടും. പിന്നെ വരുന്നത് OnePlusന്റെ നോട്ട് സീരീസ് ആണ്. നോട്ട് 6, നോട്ട് 5, നോട്ട് 4, ഈ 3 നോട്ട് സീരീസിനാണ് Oxygen OS 17
17 കിട്ടാം. പിന്നെ നോഡിന്റെ CE സീരീസ് ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ കിട്ടും നോക്കാം. അപ്പം നോഡ് CE6 ഈ വർഷം ഇറങ്ങിയ നോഡ് CE6 ലൈറ്റ്, അതുകൂടാണ്ട് തന്നെ നോഡ് CE5 കഴിഞ്ഞ വർഷം ഇറങ്ങിയ നോഡ് CE5. അപ്പം ഇതിനൊക്കെ ആയിരിക്കും Oxygen OS 17 കിട്ടുക. പിന്നെ ഒരു ഡിവൈസിന് കിട്ടും, അതാണ് OnePlusന്റെ N6, ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോകുന്ന ഡിവൈസാണ്, ഈ മാസമാണ് ഇറങ്ങുന്നത്. അതിനും ഒബ്വിയസ്ലി OnePlus 17 കിട്ടും എന്നുള്ളതാണ് ഏതാണ്ട് കൺഫേംഡ് ന്യൂസ്. അപ്പോൾ ഇത്രയും ഡിവൈസസിനാണ് Oxygen OS 17 കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഏതാണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ OnePlusന്റെ Oxygen OS 17 റൂൾ ഔട്ട് തുടങ്ങുന്നത് പ്രോബബ്ലി നവംബർ ഡിസംബർ സമയത്തായിരിക്കും ഏറെക്കുറെ എല്ലാ ഡിവൈസിനും കിട്ടുക. അത് കഴിഞ്ഞ് കുറേ കൂടെ ബഡ്ജറ്റ് ഡിവൈസ് ആകുമ്പോൾ അത് പ്രോബ്ലി ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് 2027 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഉണ്ടോ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ OnePlusന്റെ Oxygen OS 17 കിട്ടാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? കൂടുതൽ ഡീറ്റെയിൽസ് ആയി നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനും ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.